മഹാരാഷ്ട്രയിൽ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകർ നടത്തിയ ലോങ് മാർച്ച് അവസാനിപ്പിച്ചു. സർക്കാർ ഉറപ്പുകൾ എഴുതി നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എഴുതി നൽകിയതുകൊണ്ടായില്ലെന്നും കർഷകരെ രക്ഷിക്കാൻ ആത്മാർത്ഥമായ നടപടികൾ ഉണ്ടാവണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 6 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ലോങ് മാർച്ച് അവസാനിപ്പിക്കുന്നതായി നേതാക്കൾ അറിയിച്ചത്. ചർച്ചയിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച സർക്കാർ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് എഴുതി നൽകി. മന്ത്രിമാരായ ഗിരീഷ് മഹാരാജൻ, രഘുനാഥ് റാവു എന്നിവരുമായാണ് കർഷകർ ചർച്ച നടത്തിയത്. ലോങ് മാർച്ച് ഏതാനും കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. കാർഷിക കടങ്ങൾ എഴുതി തള്ളുക, കർഷകർക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് 71 കിലോമീറ്റർ ദൂരമാണ് കർഷകർ മാർച്ച് ചെയ്യാൻ ഒരുങ്ങിയത്. മാർച്ചിന് പോലീസ് അനുമതി നിഷേധിക്കുകയും കർഷകരെ വിവിധയിടങ്ങളിൽ തടയുകയും ചെയ്തിരുന്നു. കർഷകരും ആദിവാസികളുമായി 1 ലക്ഷത്തോളം പേര് അണിനിരുന്ന മാർച്ച് കഴിഞ്ഞ വർഷം നടന്നിരുന്നു. അന്ന് നൽകിയ ഉറപ്പുകൾ സർക്കാർ പാലിക്കാത്തതാണ് കർഷകരെ വീണ്ടും പോരാട്ടപാതയിൽ എത്തിച്ചത്. ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരത്തിനിറങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് കർഷകർ ഈ തവണയും സമരം നിർത്തി മടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉത്തർപ്രദേശിലെ അപ്നാദൾ NDA സഖ്യം വിടാനൊരുങ്ങുന്നു. BJPയുമായി പ്രശ്നങ്ങളുണ്ടെന്നും പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടും BJP നേതാക്കൾ അത് പരിഹരിക്കുന്നില്ല എന്നും അപ്നാദൾ നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ പറഞ്ഞു. അതുകൊണ്ട് പാർട്ടി സ്വന്തം വഴി തേടുകയാണ്. സഖ്യകക്ഷികൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ താൽപര്യമില്ലാത്ത BJP സഖ്യത്തിൽ തുടരുന്നതിൽ കാര്യമില്ലെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എന്നാൽ NDA വിടുമെന്ന വാർത്തകൾ അപ്നാദൾ ദേശീയ അധ്യക്ഷൻ ആശിഷ് പട്ടേൽ നിഷേധിച്ചു. പാർട്ടി ഇപ്പോഴും BJP സഖ്യത്തിന്റെ ഭാഗമാണെന്നും ഉത്തർപ്രദേശിൽ പ്രാദേശികമായ ചില തർക്കങ്ങൾ മാത്രമാണുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്നാദളിന് 2 MPമാരാണുള്ളത്. മഹാരാഷ്ട്രയിൽ BJPയുമായി സഖ്യമുണ്ടാക്കിയതിന് പിന്നാലെ മോഡി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ശിവസേന. മുഖപത്രമായ സാമ്നയിലാണ് കടുത്ത വിമർശനം. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുമെന്നുള്ള വാചക കസർത്ത് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത് എന്ന് ശിവസേന കുറ്റപ്പെടുത്തി. ആദ്യം ചെയ്തു കാണിക്കൂ, അതിനുശേഷമാകാം പ്രസംഗം. ജവാന്മാരുടെ രക്തസാക്ഷിത്വം തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള മാർഗമായി ഉപയോഗിക്കാനാണ് ശ്രമം നടക്കുന്നത്. പിന്നെങ്ങനെയാണ് ശത്രുക്കളെ നേരിടാൻ കഴിയുക? ഭീകരർക്ക് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നും ശിവസേന കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയും BJPയും തെരഞ്ഞെടുപ്പ് ധാരണയിലെത്തിയത്.